ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളത് സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള പോലീസിന് കീഴിലുള്ള കേരള പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്താണ് കേരള പോലീസ് നോട്ടിഫിക്കേഷൻ, എന്താണ് വരുന്നത്, അതേപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, ഏജ് ലിമിറ്റ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായ സംശയമായിരുന്നു, കേരള പോലീസിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുമോ, ഓക്കെ, അതേപോലെ ഉണ്ടെങ്കിൽ എന്തെല്ലാമാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്, ഓക്കെ, അതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേരള പോലീസിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിന് അത് എന്തെല്ലാമാണ് വരുന്നത്, ഓക്കെ, ഏതൊക്കെ ഐറ്റം ആയിരിക്കും, ഓക്കെ, അതേപോലെ തന്നെ എത്ര ഏജ് ഉള്ളവർക്ക് അയക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആർക്കും അറിയാം, ഇപ്പം നമ്മുടെ കേരള പോലീസിന്റെ കോൺസ്റ്റബിൾ എക്സാം വിളിക്കുന്നത് നമ്മുടെ കേരള PSC വഴിയാണ് അല്ലേ. കേരള PSC വഴിയാണ് എന്ത് ചെയ്യുന്നത്, എക്സാം വിളിക്കുന്നത്. നമ്മുടെ കേരള പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എന്ത് ചെയ്യുന്നത്, പോസ്റ്റിംഗ് വരുന്നത് അല്ലേ. കേരള പോലീസിന് കീഴിലുള്ള കേരള എന്താണ് കോൺസ്റ്റബിൾ എന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് പുതിയ റിക്രൂട്ട്മെന്റ് വിളിക്കാറ്. അപ്പം നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആൻഡ് ആംഡ് പോലീസ് ബറ്റാലിയൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കേരളത്തിലെ പ്രധാനമായിട്ടും കുറെ ആംഡ് പോലീസ് ബറ്റാലിയൻ ഉണ്ട് അല്ലേ. അവിടെ അത്തരത്തിലുള്ള പോലീസ് കോൺസ്റ്റബിൾ ബറ്റാലിയനിലേക്കാണ് ചെയ്തത് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അത്രയും നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ തിരുവനന്തപുരം, പത്തനംതിട്ട, അതേപോലെ എന്താണ് ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം, കാസർഗോഡ്, മലപ്പുറം എന്നീ പറയുന്ന ബറ്റാലിയനുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് മറ്റും വരിക. ഓക്കെ, സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ 31,100 മുതൽ 66,800 വരെയാണ് ഇത് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 31,100 മുതൽ 66,800 വരെയാണെന്ന് പറയുന്നത് ആ പേ സ്കെയിൽ എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ആണെങ്കിൽ ഇഷ്ടമുള്ള എന്താണ് നിങ്ങളുടെ ബറ്റാലിയൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുസരിച്ച് നിർത്തിയും പറ്റും, നിങ്ങളുടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പ്രധാനമായിട്ടും എത്ര ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നില്ല തിരുവനന്തപുരം, ഓക്കെ, തിരുവനന്തപുരം SIP ആണെന്ന് പറയുന്നത്. അടുത്തത് പത്തനംതിട്ടയാണ്, ഓക്കെ, പത്തനംതിട്ട KP 3 എന്ന് പറയുന്ന പത്തനംതിട്ട 2, എറണാകുളം KP 1, 3, തൃശ്ശൂർ KP 2, 4, അടുത്ത മലപ്പുറം അല്ലേ, മലപ്പുറം 5, അടുത്തത് കാസർഗോഡ് 6. മൊത്തം എത്ര ഉണ്ട്? 6 KAPകളാണ് ഉള്ളത്. ഒന്ന് കാസർഗോഡുണ്ട്, അതിൽ മലപ്പുറത്ത് മലബാർ സ്പെഷ്യൽ പോലീസ് ഉണ്ട്, തൃശ്ശൂരിലുണ്ട്, എറണാകുളത്തുണ്ട്, ഇടുക്കിയുണ്ട്, പത്തനംതിട്ടയുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും എന്താണ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് ചെയ്യുന്നത് നിങ്ങളെ റിക്രൂട്ട്മെന്റ് മറ്റും വിളിക്കുന്നത്. അപ്പം വേക്കൻസീസ് വരുന്നതും ഇത്തരത്തിലുള്ള ബറ്റാലിയനുകളിൽ എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യും. അത് നിങ്ങളെ എന്ത് ചെയ്യും, PSC നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യും, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, നോട്ടിഫൈ PSC ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രത്തോളം വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ ഓരോ ബറ്റാലിയൻ എങ്ങനെയൊക്കെയാണ് വേക്കൻസികൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ പറയുന്ന അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോയിൻമെന്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ബറ്റാലിയൻ വൈസ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യുന്നത്, വിളിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ബറ്റാലിയൻ വൈസ് ആയിട്ടാണോ, അതായത് ഓരോ ബറ്റാലിയനിലും എങ്ങനെയാണോ ഒരു വേക്കൻസി കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ വിളിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 26 വയസ്സ് വരെയാണെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, 18 മുതൽ 26 വയസ്സ് വരെയാണെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ചെറിയ എന്ത് ചെയ്യും റിലാക്സേഷൻ പൊതുവെ കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഒരു 26 എന്ന് പറയുന്നത് 27, 28 വരെ എന്ത് ചെയ്യും, 30 ചിലപ്പോൾ എന്ത് ചെയ്യും വരെ ആയിരുന്നു വരാം. ഓക്കെ, എന്ത് ചെയ്യുക, ഏജ് റിലാക്സേഷൻ ഈ പറയുന്ന കാറ്റഗറി അനുസരിച്ച് എന്ത് ചെയ്യും, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യും വേരിഫിക്കേഷൻ അല്ലെ വേരിയേഷൻ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് വരുന്നതാണ്. ഓക്കെ, ചെറിയ വേരിയേഷൻ ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരള പോലീസിനകത്തുള്ള ഈ പറഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. നോക്കുക, ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെന്റിമീറ്റർ എന്ത് ചെയ്യണം ഹൈറ്റ് വേണം. ഓക്കെ, നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അടിക്കണം, 168 സെന്റിമീറ്റർ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നീളം വേണം. അതേപോലെ തന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് 81 സെന്റിമീറ്റർ എന്ത് ചെയ്യണം ചെസ്റ്റ് അളവ് വേണമെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ അളക്കുകയാണെങ്കിൽ ചെസ്റ്റ് അളവ് നോക്കുകയാണെങ്കിൽ 81 സെന്റിമീറ്റർ എന്ത് ചെയ്യണം ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 5 സെന്റിമീറ്റർ നമുക്ക് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ ശ്വാസം പിടിച്ച് നമ്മൾ ഈ റാലിക്കൊക്കെ നിൽക്കാറില്ലേ, അത്തരത്തിൽ ശ്വാസം പിടിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾ റാലിക്കൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാമെങ്കിൽ അല്ലേ, അത്തരത്തിൽ എന്താണ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഷൻ മറ്റും നടക്കുന്ന സമയത്ത് 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വികസിക്കാൻ സാധിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ, 168 സെന്റിമീറ്റർ നീളം വേണം. ഓക്കെ, 168 സെന്റിമീറ്റർ നിങ്ങൾക്ക് നീളം, അതേപോലെ തന്നെ 81 സെന്റിമീറ്റർ എന്ത് ചെയ്യണം ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 81 സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടാവണം. ഓക്കെ,
ഓക്കെ, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ minimum height and chest shall be 160 and 176 respectively for candidates belongs to scheduled caste and scheduled tribe communities. Minimum chest expansion of 5 cm shall however be available for them also എന്നുള്ളതാണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും കൂടെ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. 168 സെന്റിമീറ്റർ ഹൈറ്റിലൊന്നും 81 സെന്റിമീറ്റർ ചെസ്റ്റ് അളവെന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 160 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എത്ര? 160 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഹൈറ്റ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ 76 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന രീതിയിൽ ആ ചെസ്റ്റ് മെഷർമെന്റിന് ഉണ്ടായിരിക്കുന്നതാണ്. എത്രയാണ്? ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 76 സെന്റിമീറ്റർ അല്ലേ? 76 സെന്റിമീറ്റർ ചെസ്റ്റ് അളവാണ്. പക്ഷേ രണ്ട് കൂട്ടർക്കും പ്രധാനമായിട്ടും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്നുള്ളതാണ്. അതായത് നല്ലൊരു ലെങ്സ്, ഓക്കെ, നല്ല ലെങ്സ് കപ്പാസിറ്റിയാണ് ഈ പറയുന്നത് 5 സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്കാണ് ഈ പറയുക 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ എന്ത് ചെയ്യണം, രണ്ട് കൂട്ടർക്കും നിർബന്ധമാണ്. പൊതുവെ എല്ലാവർക്കും 168 സെന്റിമീറ്റർ ആണ് നീളമെന്ന് പറയുന്നത്. 81 സെന്റിമീറ്റർ അല്ലേ? 81 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ എന്ത് വേണം, നീളം വേണം. അതേപോലെ തന്നെ 76 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ചെസ്റ്റ് മിനിമം ചെസ്റ്റ് സൈസ് വേണം. അതേപോലെ 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ സീരീസ് ഓഫ് ഇവൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇവത്തിൽ 8 എണ്ണം കാണാൻ പറ്റും. ഈ 8 എണ്ണത്തിൽ മിനിമം 5 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പാസ് ആവണം എന്നുള്ളതാണ്. ഓക്കെ, 8 ഐറ്റം തന്നിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യണം, 5 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പാസ് ആവണം. മനസ്സിലായല്ലോ? നോക്കിക്കഴിഞ്ഞാൽ 100 മീറ്റർ ഓട്ടം ഉണ്ട്. എത്ര സെക്കൻഡ് കൊണ്ടാണ് ഈ പറയുന്ന 14 സെക്കൻഡ് കൊണ്ട്. എത്രയാണ്? 14 സെക്കൻഡ് കൊണ്ട് ഈ 100 മീറ്റർ എന്ത് ചെയ്യണം, ഓടണം. അടുത്തത് ഹൈ ജമ്പ് ആണ്. ഏകദേശം എത്രയാണ്? 132.20 സെന്റിമീറ്റർ. എത്രയാണ്? 132.20 സെന്റിമീറ്റർ ഹൈ ജമ്പ് ചാടണം. ഹൈ ജമ്പ് എത്രയാണ്? 132.2 സെന്റിമീറ്റർ. ലോങ് ജമ്പ് എന്ന് പറയുന്നത് 457.2 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 457.2 സെന്റിമീറ്റർ ലോങ് ജമ്പ് ചാടണം. പുട്ടിംഗ് ദ ഷോട്ട്, അതായത് നമ്മൾ വിളിക്കുന്ന ഷോട്ട് പുട്ട് എന്നൊക്കെ നമ്മൾ നാടൻ പ്രദേശങ്ങളിലൊക്കെ വിളിക്കും അല്ലേ? അത്തരത്തിൽ പുട്ടിംഗ് ദ ഷോട്ട് ആണെങ്കിൽ 7264 ഗ്രാം. എത്രയാണ്? 7264 ഗ്രാം ഭാരമുള്ള ഷോട്ട് പുട്ട് നിങ്ങൾ 609.6 സെന്റിമീറ്റർ, ഓക്കെ, 609.6 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്തിനാണ് എറിയാൻ സാധിക്കണമെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന 7264 ഗ്രാം ഭാരമുള്ള ഷോട്ട് പുട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഷോട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 609.6 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എറിയാൻ സാധിക്കണം. അടുത്തത് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ എന്നുള്ളതാണ്. അതായത് ത്രോ ബോൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ത്രോ ബോൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ത്രോയിങ് ദ ബോൾ നോക്കുകയാണെങ്കിൽ 6096 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 6096 സെന്റിമീറ്റർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എറിയാൻ സാധിക്കണം. മനസ്സിലായല്ലോ? 6096 സെന്റിമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, 6096 സെന്റിമീറ്റർ എറിയാൻ സാധിക്കണം. എന്തും പറയുന്നത് ഈ പറയുന്ന ത്രോ ബോൾ എന്ന് പറയുന്നത് ഒരു ബോളാണ്. ബോൾ എന്ത് ചെയ്യണം, 6096 സെന്റിമീറ്റർ ആണ് നിങ്ങൾ ഏറ്റവും മിനിമം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എറിയേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, എറിഞ്ഞു കഴിഞ്ഞാൽ 6096 സെന്റിമീറ്റർ അപ്പുറത്ത് എന്ത് ചെയ്യണം, എന്ന് വീഴണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, അടുത്ത റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. യൂസിങ് ഓൺലി വിത്ത് ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ കയർ കയറുക അല്ലേ? നമ്മൾ സിനിമകളെ കണ്ടിട്ടുണ്ട്, കാലും കൈയിലും വെല്ല വെച്ചാണ് പൊതുവെ കയറുന്നത്. അതായത് കൈ കൊണ്ട് വെച്ചാണ്, കൈ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കൈ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, കയറി പഠിക്കേണ്ടത്. അപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നവരാണെങ്കിൽ കൈ വെച്ചാൽ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് കൈ വെച്ചാണ് റോപ്പ് ക്ലൈമ്പിങ്ങും. ഒൺലി വിത്ത് ഹാൻഡ്സ് പ്രത്യേകം പറയുന്നുണ്ട്, കാല് ഉപയോഗിക്കരുത്. ഓക്കെ, അത്തരത്തിൽ 365.8 സെന്റിമീറ്റർ ആണ്. 365.8 സെന്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിങ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പുള്ളപ്പ് ഒരു ചിന്നിങ് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, 8 തവണ പുള്ളപ്പ് ഓർ ചിന്നിങ് എന്നുള്ളതാണ്. ഓക്കെ, 8 ടൈംസ് ഉദ്ദേശിക്കുന്നത് 8 തവണ പുള്ളപ്പ് ഓർ ചിന്നിങ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ 8ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 1500 മീറ്റർ റണ്ണാണ്. കാരണം 1500 മീറ്റർ എന്താണ് നിങ്ങൾ ഓടണമെന്നുള്ളതാണ്. ഓക്കെ, 1500 മീറ്റർ എത്ര സമയം കൊണ്ടാണ് നോക്കിയാലോ, 5 മിനിറ്റ് 44 സെക്കൻഡ് ആണ്. ഓക്കെ, അതായത് ഒരു മൈലിന് 100 മീറ്റർ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു മൈലിന് അറിയാം, ഒരു മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പറയുന്ന 1,600 അല്ലേ അല്ലേ പറയുന്ന 1 കിലോമീറ്റർ 600 മീറ്റർ ആണ് 1 മൈൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ 1 മൈലിന് 100 മീറ്റർ കുറവുണ്ട്. അതായത് എത്രയാണ് ഈ പറയുന്ന 1,500 അതായത് 1,500 മീറ്റർ 5 മിനിറ്റും 44 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓടി തീർക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത്രയാണെന്ന് പറയുന്നത് ക്രൈറ്റീരിയസ്. അപ്പോൾ ഈ പറയുന്ന 8 ഇവന്റ് ആണെന്നുണ്ട് അല്ലേ. അതായത് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ബോൾ, റോപ്പ് ക്ലൈംബിങ്, പുള്ളപ്പ് ഓർ ഷിന്നിങ്, 1500 മീറ്റർ ഓട്ടം. ഈ പറയുന്ന ഈ 8 ഐറ്റത്തിൽ ഏതെങ്കിലും 5 ഐറ്റം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഏതാ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. വളരെ ഭാരീകരമായൊന്നും അല്ല, നമുക്ക് എന്ത് അത്യാവശ്യം നല്ല ട്രെയിനിങ് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഉള്ളതൊക്കെ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ അല്ലോ. ഇപ്പോൾ 8 ഐറ്റം അതിനകത്ത് എന്ത് ചെയ്യുക 5 ഐറ്റം പാസ്സാവുക. പ്രധാനം മനസ്സിലായാലും ഈ പറയുന്ന ഹയർ സെക്കൻഡറി ആണ് അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 18 മുതൽ 26 വയസ്സ് വരെയാണ് പൊതുവായിട്ട് എൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഉള്ളിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല 162 സെന്റിമീറ്റർ ഒക്കെ ഹൈറ്റ് ആയാലും മുകളിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കേരള പോലീസ് കീഴിലുള്ള വിവിധ ബറ്റാലിയനേക്കാണ് ഇത് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലീസ് സേനയിലേക്ക് യൂണിഫോം സേനയിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ASB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി സല്യൂട്ട് എന്ന പുതിയൊരു കോഴ്സ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അതേപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ പറയുന്ന തസ്തികയിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുവർണാവസരമാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സല്യൂട്ട് എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസുകളുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകളുണ്ട്, അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ടുകളുണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. ഇത്രയും സംവിധാനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നിങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതിനു ശേഷമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്ത് എക്സാമിനോട് വിടുന്നത്. അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്, മൊത്തം ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ നടത്തി പ്രീവിയസ് ക്വസ്റ്റൻ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ നൽകി ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ നൽകിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സാമിന് തയ്യാറെടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ASB അക്കാഡമിയുടെ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടുന്ന് നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിന് വന്നിട്ട് ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അയക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണ് കോഴ്സ് വരുന്നത്, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് സംശയം നമ്മുടെ കോഴ്സിൽ ബന്ധപ്പെട്ടുണ്ടോ അതെന്ത് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു സംശയത്തിന് നമ്മൾ ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നു വരുന്ന അപ്ഡേറ്റുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും നേരത്തെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റുള്ള കാര്യങ്ങൾ ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംശയത്തിന് നമ്മൾ എന്ത് ചെയ്യും ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഇത്തരം നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.